am sorry. Please forgive me. I thank you. I love you. ഇങ്ങനെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? ആരെങ്കിലും അല്ല, നമ്മെ വേദനിപ്പിച്ച ആൾ, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാൾ. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഇങ്ങനെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളോട് പിണങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും, അത്രത്തോളം നമ്മൾ ഹീലാവും അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിയാതെ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം ആ വ്യക്തിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ഹീലിംഗ് പ്രയർ, വേണമെങ്കിൽ ഇതിന് പ്രയർ എന്നും പറയാം, നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷനാണ് ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു എനർജി അവരിലേക്ക് അറിയാതെ പോകുന്നുണ്ട്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി നിൽക്കുകയാണ്, സഹോദരി സഹോദരന്മാർ തമ്മിൽ മിണ്ടാതിരിക്കുകയാണ്, അച്ഛനമ്മമാർ തമ്മിൽ, അല്ലെങ്കിൽ അച്ഛനും മകനും അമ്മയും മക്കളും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഫാമിലിയിലുണ്ടാവും. നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ അവർ ആണ് നമ്മളെ വേദനിപ്പിക്കുന്നത് അല്ലേ? ആ വേദനയാണ് നമുക്ക് താങ്ങാൻ കഴിയാത്തതും. അപ്പോൾ അവരെ ഹീൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ഒപ്പനൊപ്പനോ എന്ന് പറയുന്ന ഈ ഒരു 3 വാക്യം, ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ താങ്ക് യു ആൻഡ് ഐ ലവ് യു, നിങ്ങൾ 21 പ്രാവശ്യം ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അത്ഭുതകരമായൊരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ വ്യക്തിയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈ എനർജിയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ്? സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയാണ് കൊടുക്കുന്നത്. തീർച്ചയായും ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടായിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ.